ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലയോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വെറൈറ്റി സാധനമാണ്. ചക്കക്കുരു കൊണ്ടുള്ള ഒരു സംഭവമാണ്. ചക്കക്കുരു കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ്. അപ്പം ഇത്തിരി വ്യത്യാസമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിന്ന് അതൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമ്മൾ നിൽക്കുന്നില്ല, നേരെ പോകാം. ബാ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതിനാവശ്യമായ ചക്കക്കുരു നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിച്ച് വെച്ചതാണ്. വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചതാണ്. അല്പം ഉപ്പൊക്കെ ഒഴിച്ചാണ് നമ്മൾ വേവിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട് അരിഞ്ഞത്, ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും അരിഞ്ഞു വെച്ചത്, പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങ, പകുതി തേങ്ങ അത് നമ്മൾ തിരുമ്മി വറുത്തതാണ്, വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതെടുത്തേക്കുന്നത് ഒരു 1/2 കപ്പ് റവ, പിന്നെ 1 കപ്പ് വെള്ളം. പിന്നെ ഇതിലൊരു പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായപ്പോൾ നമ്മൾ ഈ 1 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. വെള്ളം നല്ലോണം തിളച്ചിട്ടേ നമുക്ക് ബാക്കി ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പായി നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. വെള്ളം തിളക്കട്ടെ. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ റവ അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇത് ശരിക്കും മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പ് റവയാണ്. എന്നിട്ട് ഇതിനകത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ആഡ് ചെയ്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ്. 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. എരി കാണത്തില്ല, നല്ല കളറായിരിക്കും. പിന്നെ തീയെല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇതുപോലെ കിട്ടണേ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അരച്ചെടുക്കുന്ന രീതിയിലൊന്ന് എടുക്കാം. നമ്മൾ ഉപ്പിട്ടാണല്ലോ ഇത് വേവിച്ചത്. നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ട് തന്നെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ അടിച്ചെടുത്തു കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഈ അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. കുറച്ച് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ചത് പിന്നെ അവസാനം താഴെ കറങ്ങാതാവും. ചെറിയ കഷ്ണത്തുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്തൊരു പാൻ വെച്ച് കൊടുത്തു. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ എണ്ണയ്ക്കകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണേ. ഏകദേശം 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം അപ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ച മണമൊക്കെ അങ്ങ് പോവും. അത് കഴിഞ്ഞ് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ.
നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയേ. വഴന്ന് വരേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കണം ഇതുപോലെ. അടുത്ത് നമ്മൾ എടുത്തേക്കുന്ന മാഗിയുടെ ഒരു ചിക്കൻ മസാലയാണ്. സാധാരണ മാഗി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് ഒരു ബാറായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അതൊന്ന് ഇട്ട് കൊടുത്തു. അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മളിപ്പം ഈ മാഗിയുടെ ചിക്കൻ മസാല ഇടുമ്പോൾ അതിനകത്ത് തന്നെ ഉപ്പുണ്ട് ആവശ്യത്തിന്. അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തോട്ട് നമുക്കിനി ആ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നേരത്തെ നമ്മൾ ആ റെഡിയാക്കി വെച്ച റവ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് ഒന്ന് കുഴയ്ക്കണം. നമുക്കിനി ഈ ഒരു സ്പൂൺ വെച്ചോ ഒക്കെ കുഴയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ ശരിക്കും കുഴയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ വറുത്തതാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തതാണ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുത്തു. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാവൂ കേട്ടോ. എല്ലാം കൂടെ രീതി 3 മിനിറ്റ് മതി. ഈ നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യണേ. ചെറിയ തീ വെച്ചേ ചെയ്യാവൂ കേട്ടോ. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഇത് ഇളക്കി നമുക്ക് ഷേപ്പായിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പായിട്ട് എടുത്താൽ മതി. നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് ഇളക്കിയെടുക്കണം. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു, തേങ്ങയെല്ലാം ഇട്ട് ഇളക്കി ഈ പരുവത്തിനാക്കി. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു ജാർ എടുത്തിട്ട് 2 മുട്ട അതിനകത്ത് പൊട്ടിച്ചൊഴിക്കാമേ. നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു ശകലം ഒരു ലേശം ഉപ്പ്, ഒരു പിഞ്ച് ആ മുട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മൈദ അതിനകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് ഒരു പാത്രത്തിൽ പകർന്ന് വെക്കുക. അപ്പം നമ്മളിത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു കട്ട്ലേറ്റ് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. റൗണ്ടായിട്ടും സ്ക്വയറായിട്ടും റെക്ടാങ്കിളായിട്ടും ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു പീസ് എടുത്ത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയുടെ ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുവാണ്. ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആണിത്. ഈ ബ്രെഡ് ക്രംസിനകത്തോട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുവാണ്. കോട്ട് ചെയ്തെടുത്ത് നേരെ നമ്മൾ എണ്ണയ്ക്കകത്തോട്ടാണ് ഇടുന്നത്. ഇതുപോലെ ഓരോന്നും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഒന്നൊന്നിനെ തൊടാത്ത രീതിയിൽ നമുക്ക് ഓരോന്നിട്ടങ്ങ് ചെയ്തെടുക്കാമേ. ഈ ഒരു കളറിന് വേണം നമുക്ക് വറുത്തെടുക്കാൻ. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. അതല്ലാതെ ഓട്സിനകത്ത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഓട്സും കോൺഫ്ലേക്സും യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണേ കൈകൊണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കട്ട്ലേറ്റ് കണ്ട റെഡിയായി നമ്മൾ എടുത്തിട്ടുണ്ടല്ല. ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ നമ്മൾ എടുത്തതാണ്. ഇത് വേണ്ട നമ്മൾ ഓട്സിലുണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം ഓട്സിൽ കൈകൊണ്ട് തന്നെ കൈകൊണ്ട് ചുമ്മാ ഒന്ന് പൊടിച്ചെടുത്താണ്. അതിനകത്ത് നമ്മൾ എടുത്തതാണ്. 2 രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ ഇത് കണ്ടോ, ചക്കക്കുരു കട്ട്ലേറ്റ് കഴിക്കാം. ഇതിനടുത്ത് ഈ സോസിലോട്ടൊന്ന്
കെച്ചപ്പിലൊന്ന് ഞാൻ മുക്കി ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. എന്താ ഒരു ടേസ്റ്റ്. ചൂടോടെ ഇത് എടുത്ത് കഴിക്കണം. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എന്നും ഇപ്പം ചക്കയും കുരുവും കിട്ടണമെന്നില്ല, എന്നാലും നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു റെസിപ്പിയാണ്. 4 മണിക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനി നിങ്ങൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. നമ്മളിനി അടുത്ത് കാണുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.